PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫയലുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന കാര്യത്തിൽ PSC ഒരു നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PSCയിൽ ഒരു വിഭാഗത്തിന് ക്രൈംബ്രാഞ്ചുമായി സഹകരിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ PSCയുടെ ആ യോഗം എത്രത്തോളം നിർണായകമായിരിക്കും? തീർച്ചയായും മമ്പിളി, കാരണം ഈ PSCയുടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമാന്തരമായ രണ്ട് അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് സർക്കാർ തലത്തിലുള്ള അന്വേഷണം, SIT, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നൽകുന്നു. SIT രൂപീകരിച്ച് ക്രൈംബ്രാഞ്ച് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു യോഗം ചെന്ന് ആക്ഷൻ പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇന്നു മുതലാണ് അന്വേഷണം ആരംഭിക്കുക. മറുഭാഗത്ത് PSC തന്നെ പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണം, ഇത് രണ്ടും സമാന്തരമായ ഒരേ വിഷയത്തിലാണ് നടക്കുന്നത്. എന്നാൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ നടക്കുന്ന ആസൂത്രണം പോലെ ക്രമക്കേട് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് PSC നേരിട്ട എല്ലാ ആരോപണങ്ങളും, എല്ലാ ക്രമക്കേട് പരീക്ഷകളും ഇതിനോട് ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഫയലുകളും ലഭിക്കണം. പ്രത്യേകിച്ച് ആദ്യം തുടക്കത്തിൽ അന്വേഷിക്കുന്നത് ഈ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഫയലുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഫയലുകൾ ലഭിക്കണമെങ്കിൽ ഉറപ്പായത് PSC ആണ് അതിൽ ഫയലുകൾ കൈമാറേണ്ടത്. എന്നാൽ PSC നമുക്കറിയാം സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ ഒരു അന്വേഷണം സർക്കാരിന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ പോലും സർക്കാർ നിയമോപദേശം തേടിയതാണ്. കാരണം ആ വലിയ രീതിയിൽ നിയമ സെക്രട്ടറി പോലും ഒന്ന് തടസ്സവാദം ഉന്നയിച്ചു, PSCക്ക് നേരെ സർക്കാർ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിയമ തടസ്സവാദമൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഫയലുകൾ കൈമാറാൻ, സർക്കാർ അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ളത്. എന്നാൽ ഫയലുകൾ കൈമാറാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ തീരുമാനമെടുക്കണമെങ്കിൽ PSC യോഗം ചെയ്തു. അതാണ് ഇന്നത്തെ യോഗം. ഇന്നൊരു സാധാരണ എല്ലാ തവണയും ചെയ്യുന്ന യോഗമാണെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ യോഗത്തിൻ്റേത് ക്രൈംബ്രാഞ്ചിൻ്റെ ഇതിൻ്റെ രേഖകളും ഫയലുകളൊക്കെ കൈമാറണമോ വേണ്ടത്. PSCയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. കമ്മീഷൻ കാരണം ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുകയാണോ, ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇനി ഈ ഫയലുകളൊക്കെ തന്നെ അവിടെ കൈമാറുകയാണെങ്കിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുമെന്നൊരു വാദം PSCയിൽ കമ്മീഷൻ അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ക്രൈംബ്രാഞ്ച് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ആ അന്വേഷണം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൽ അവർക്ക് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെക്കണമെങ്കിൽ ആ ഫയലുകൾ കിട്ടിയേ മതിയാകൂ. അപ്പോൾ ആ ഫയലുകൾ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ നിയമ പ്രശ്നങ്ങൾ വേറെ. അങ്ങനെ രണ്ട് അഭിപ്രായം PSC കമ്മീഷൻ അംഗങ്ങൾക്ക് തന്നെയുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് PSC ആസ്ഥാനത്ത് യോഗം ചേരുന്നത്. ആ യോഗത്തിന് ശേഷം ഈ ഫയലുകൾ കൈമാറണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം PSC എടുക്കും. മറ്റൊന്ന്, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇന്ന് ആരംഭിക്കുമ്പോൾ പരാതി നൽകിയ മുഴുവൻ പേരുടെയും മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി PSC പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. അതിൽ ക്രൈംബ്രാഞ്ചുമായി സഹകരിക്കണോ എന്നുള്ള PSCയുടെ നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്.